ഫ്ലവേഴ്സ് ടിവി ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഉടൻ തന്നെ ഫ്ലവേഴ്സ് കോമഡി യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യുക. ബുൾഡോസർ രാജിനെതിരായ പരാമർശം ആവർത്തിച്ച് സുപ്രീം കോടതി. കുറ്റാരോപിതനായതോ ശിക്ഷിക്കപ്പെട്ടതോ വീട് പൊളിക്കാൻ കാരണമല്ല. കയ്യേറ്റം പുനഃസ്ഥാപിക്കാനാവുമെന്നാൽ പൊളിക്കൽ തിരുത്താനാകില്ല. അനുമതിയില്ലാതെ ഒരു വസ്തുവും പൊളിക്കരുതെന്നും ഇടക്കാല ഉത്തരവിലൂടെ ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതി നീട്ടിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ചേരുകയാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, വിവരങ്ങൾ എന്താണ് കോടതി വ്യക്തമാക്കിയതെന്ന്? ബൽറാം. റിജിത്ത്, രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലായി നടക്കുന്ന ബുൾഡോസർ പൊളിക്കൽ നടപടികളുമായി ബന്ധപ്പെട്ട് നേരത്തെ സുപ്രീം കോടതി കടുത്ത പരാമർശങ്ങൾ തന്നെ നടത്തിയിരുന്നു. കുറ്റാരോപിതരോ ശിക്ഷിക്കപ്പെട്ടവരോ ആയ ആളുകളുടെ വീടോ മറ്റ് വസ്തുവകകളോ പൊളിക്കുന്നതിനെതിരെയായിരുന്നു സുപ്രീം കോടതിയുടെ പരാമർശം എന്നുള്ളത്. ഇക്കാര്യത്തിൽ ബുൾഡോസർ രാജിന്റെ കാര്യത്തിൽ കടുത്ത നടപടികൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഇതിനു വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉടൻ പുറത്തിറക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു പരാമർശം, കഴിഞ്ഞ തവണത്തെ പരാമർശം തന്നെ സുപ്രീം കോടതി ആരോപിച്ചിരിക്കുകയാണ്. കയ്യേറ്റം പുനഃസ്ഥാപിക്കാനാകും, എന്നാൽ പൊളിക്കൽ നടപടി അത് തിരുത്താൻ കഴിയില്ല എന്ന നിരീക്ഷണമാണ് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അതേസമയം അനുമതിയില്ലാതെ ഒരു വസ്തുവും പൊളിക്കരുത് എന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ എന്നാൽ പൊതുവഴികളെ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള അനധികൃത നിർമ്മാണങ്ങൾ സംബന്ധിച്ച് അതിന് സംരക്ഷണം നൽകാനാകില്ല എന്നും അത് മതപരമായ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ, ഏത് മതത്തിന്റെ തന്നെ ആരാധനാലയങ്ങളായാലും അവയ്ക്കെതിരായ നടപടി എടുക്കണമെന്നും അവയ്ക്ക് സംരക്ഷണം നൽകാൻ ആകില്ല എന്നും നിയമത്തിന് മതം ബാധകമല്ല എന്നുമാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ബുൾഡോസർ രാജ് സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുന്നതിനായി വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ് സുപ്രീം കോടതി. റിജിത്ത്. ശരി, ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്.